DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 5 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, റമദാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായി എത്തിയിരിക്കുകയാണ് സപ്ലൈകോ. റംസാൻ നിലാവെന്ന് പേരിട്ട കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. 1 കിലോ വീതം ശബരി അപ്പം പൊടി, പുട്ടുപൊടി, ചിക്കൻ മസാല, പെരിഞ്ജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, കുരുമുളക് പൊടി, റവ, പഞ്ചസാര, ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്കായ, അണ്ടിപ്പരിപ്പ് എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പവന് 720 രൂപ കുറഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും 1,20,000-ൽ താഴെയെത്തി. 1,19,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായി 90 രൂപയാണ് കുറഞ്ഞത്. 14,990 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. 4 ദിവസത്തിനിടെ 7,000 രൂപയാണ് സ്വർണ്ണവിലയിൽ കുറഞ്ഞിരിക്കുന്നത്. ഇന്നലെ മാത്രം പവന് 2,280 രൂപയാണ് കുറഞ്ഞത്. അടുത്ത അറിയിപ്പ്, 2024-ലെ ഉഷ്ണതരംഗം അല്ലെങ്കിൽ വേനൽ മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് അപേക്ഷ സമർപ്പിച്ചവർ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയോ കൃഷിഭവനുമായി ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. അപേക്ഷ നൽകിയിട്ടും തുക ലഭിക്കാത്തവർ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ അതാത് കൃഷിഭവനിൽ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തിൽ 2 ഗഡുക്കളായി, അതായത് 2 മാസത്തെ തുകയായ 4,000 രൂപ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ട്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ചും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനാലും ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി മുൻകൂട്ടി വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് എത്തുന്നത്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുകയായ 6,000 രൂപ സർക്കാർ മുൻകൂറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്താണ് ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഈ നടപടി സർക്കാർ എടുത്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, യുദ്ധം കാരണം പാചകവാതക വിതരണത്തിൽ കടുത്ത ക്ഷാമം ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രതിസന്ധി നീണ്ടുനിന്നാൽ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കിയേക്കുമെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട്. അതോടൊപ്പം സബ്സിഡി സിലിണ്ടറുകൾ ലഭിക്കുന്ന ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ ഗ്യാസ് സബ്സിഡി തുടരാൻ EKYC പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. 2026 മാർച്ച് 31-നകം ഇത് ചെയ്തില്ലെങ്കിൽ സബ്സിഡി പൂർണ്ണമായും നഷ്ടപ്പെടും. കമ്പനികളുടെ മൊബൈൽ ആപ്പ് വഴിയോ www.pmuy.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ഇത് പൂർത്തിയാക്കാവുന്നതാണ്. അതോടൊപ്പം ഗ്യാസ് ഏജൻസികളിലെത്തിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.